നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീൽ ടീമിൻ്റെ ടെക്നിക്കൽ സ്റ്റാഫിന്, കോച്ചിനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർക്കും ആരെയൊക്കെ വേൾഡ് കപ്പിന് കൊണ്ടുപോകണം എന്നുള്ളതിന് 100% സ്വാതന്ത്ര്യമുണ്ട്, ഓട്ടോണമിയുണ്ട്. അവർക്ക് തീരുമാനിക്കാം. ഞങ്ങളതിൽ ഇടപെടുന്നില്ല. എനിക്കറിയാം നെയ്മർ എങ്ങനെയുള്ള കളിക്കാരനാണെന്നൊക്കെ, പക്ഷേ പൂർണ്ണമായിട്ടും ആഞ്ചലോട്ടിക്ക് വിട്ടുകൊടുക്കുകയാണ് അതിലെ കാര്യങ്ങളൊക്കെ. ഏതെങ്കിലും പ്ലെയർ വേൾഡ് കപ്പിന് പോകണമെങ്കിൽ ആ സ്ഥാനം നേടിയെടുക്കണം. പറയുന്നത് CBFൻ്റെ പ്രസിഡന്റ് സമീർ സൗദാണ്. സമീർ സൗദിൻ്റെ വാക്കുകളിൽ നയം വളരെ വ്യക്തമാണ്. എന്തൊക്കെ ലോബിയിങ് നടത്തിയാലും ആരാധകരിങ്ങനെ പോകുന്നിടത്തൊക്കെ നെയ്മർ നെയ്മർ എന്ന് വിളിച്ച് ആഞ്ചലോട്ടിക്ക് ചില മുന്നറിയിപ്പ് പോലെ കൊടുത്താലും, മുൻ താരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ പ്രസ്താവനകളുമായിട്ട് വന്നാലും ഒന്നും കാര്യമില്ല. കളിച്ച് കാണിക്കണം, പരിക്കില്ലെന്ന് വ്യക്തമാക്കണം, എങ്കിൽ ടീമിലേക്ക് എടുക്കും. സമീർ സൗദുമായിട്ട് നല്ല അടുപ്പമാണ് നെയ്മർക്ക്. അതുകൊണ്ടും കാര്യമില്ല എന്നാണ് ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് വളരെ കൃത്യമായിട്ട് പറയുന്നത്. ESPN FCയുടെ റിപ്പോർട്ട് അവർ പറയുന്നു, സമീർ സൗദ് പറഞ്ഞു, ടെക്നിക്കൽ കമ്മീഷന്, ടെക്നിക്കൽ സ്റ്റാഫിന് 100% ഓട്ടോണമി ഉണ്ട് ഏതൊക്കെ താരങ്ങളെ വേൾഡ് കപ്പിന് കൊണ്ടുപോകണം എന്നത് തീരുമാനിക്കാൻ. ഞങ്ങൾക്കറിയാം നെയ്മർ ഏത് തരത്തിലുള്ള കളിക്കാരനാണെന്ന്, പക്ഷേ തീരുമാനം പൂർണ്ണമായിട്ടും ആഞ്ചലോട്ടിക്ക് വിടുകയാണ്. ഏത് താരമാണെങ്കിലും വേൾഡ് കപ്പ് ടീമിലെ സ്ഥാനം അവർ നേടിയെടുക്കേണ്ടതാണ് എന്ന് തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നു. ഇപ്പോൾ ഇതിൻ്റെ ചുവട് പിടിച്ച് വേണം നമ്മൾ ബ്രസീലിയൻ മാധ്യമം UOL എസ്പോർട്ടയുടെ റിപ്പോർട്ട് നോക്കാൻ. അവരുടെ ജേർണലിസ്റ്റ് ഡാനിലോ ലവിയേരിയും അതുപോലെ തന്നെ പെഡ്രോ ലോപ്പസും റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. മീഡിയയിൽ വലിയ ഔട്ട്ക്രൈ നെയ്മർ ജൂനിയറുടെ കോളപ്പിന് വേണ്ടി നടക്കുന്നുണ്ട്. അതുണ്ടായിക്കോട്ടെ. അതുപോലെ തന്നെ മുൻ താരങ്ങൾ പലരും പറയുന്നുണ്ട്. എന്നാൽ ആഞ്ചലോട്ടിയുമായിട്ട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ലോബിയിങ്ങും മാസങ്ങളായിട്ടുള്ള റിക്വസ്റ്റും ഒന്നും ബ്രസീൽ ടീമിലേക്ക് ഒരു താരത്തിനും വഴി തുറക്കില്ല എന്നുള്ളതാണ്. ഇതിനൊരു പ്രാധാന്യവും കൊടുക്കുന്നില്ല. ഫൈനൽ ഡിസിഷനിൽ ഇങ്ങനെ കുറേ ആളുകൾ പറഞ്ഞു നെയ്മറെ കൊണ്ടുപോകും, ആരാധകരിങ്ങനെ മുറവിളി കൂട്ടുന്നു. അതിനൊന്നും ഒരു സ്ഥാനവും ആഞ്ചലോട്ടി കൊടുക്കാൻ പോകുന്നില്ല എന്ന് തന്നെ UOL റിപ്പോർട്ട് ചെയ്യുന്നു. കൂടാതെ ദേശീയ ടീമിൻ്റെ ടെക്നിക്കൽ സ്റ്റാഫിനിടയിൽ നെയ്മറെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം, ഒരു ക്രിറ്റിസിസം നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, 10 നമ്പർ താരം അതായത് നെയ്മർ ജൂനിയർ വേൾഡ് കപ്പിലേക്ക് ഒരു സ്പോട്ട് നേടാൻ വേണ്ടി ഇങ്ങനെ ലോബിയിങ്ങും മറ്റു വഴികളുമൊക്കെ നോക്കുന്നുണ്ടോ എന്ന തരത്തിലുള്ള ഒരു സംശയം, ഒരു ക്രിറ്റിസിസം ടെക്നിക്കൽ സ്റ്റാഫിനിടയിലുണ്ട്. അത് പറയാനുള്ളൊരു കാരണം നെയ്മറുടെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ കഴിഞ്ഞ ഓഗസ്റ്റിൽ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റാണ്. ഐ ഡോണ്ട് നീഡ് ടു പ്രൂവ് എനിത്തിങ് ടു എനിവൺ. എനിക്ക് ആരോടും ഒന്നും തെളിയിക്കാനില്ല. ആ സമയത്ത് ടെക്നിക്കൽ സ്റ്റാഫ് നെയ്മർ ജൂനിയറുടെ പ്രകടനം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. യുവൻറ്റൂസിനെതിരെയുള്ള മത്സരത്തിന് മുമ്പാണ് ഇത്തരത്തിലുള്ളൊരു പ്രതികരണം അന്ന് നെയ്മർ നടത്തിയത്. എനിക്കിനി ആരും പോലും ഒന്നും തെളിയിക്കാനൊന്നുമില്ലാന്ന്. അതായത് ബ്രസീലിൻ്റെ ടെക്നിക്കൽ സ്റ്റാഫ് അദ്ദേഹത്തിൻ്റെ പ്രകടനം വിലയിരുത്തി അടുത്ത കോളപ്പിലേക്ക് എടുക്കണമെന്നൊക്കെ നോക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു പ്രതികരണം വരുന്നത്. അതുകൂടാതെ മിറാസോളിനെതിരെയുള്ള കളിക്ക് നെയ്മർ ജൂനിയറുടെ ഫിറ്റ്നസ്സും മറ്റു കാര്യങ്ങളും വിലയിരുത്താൻ കാർലോ ആഞ്ചലോട്ടി എത്തുമെന്ന് നേരത്തെ സാൻഡോസിനെയും മറ്റുമൊക്കെ അറിയിച്ചിട്ടും നെയ്മർ ജൂനിയർ ആ കളി കളിക്കുന്നില്ല എന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്. ഇത് ആഞ്ചലോട്ടിക്ക് തീർച്ചയായിട്ടും അത്ര രസിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ UOL എസ്പോർട്ടയുടെ റിപ്പോർട്ട്. സംഗതി ഒരർത്ഥത്തിൽ നെയ്മർ ജൂനിയറുടെ പ്രസ്താവന നെയ്മർക്കാരുടെ മുന്നിലൊന്നും തെളിയിക്കാനില്ല. ശരിയാണ്, നെയ്മർ ഇന്നേ വരെ ഫുട്ബോൾ ലോകത്ത് ചെയ്ത കാര്യങ്ങൾ വെച്ച് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എന്താണെന്നൊന്നും ഇനി ഇപ്പോൾ ആരുടെ മുന്നിലൊന്നും തെളിയിക്കാനില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ആഞ്ചലോട്ടിയുടെ മറുപടി ആ സമയത്ത് പിന്നീട് ഉള്ള കോളപ്പിൽ വന്ന ഓർമ്മയില്ല, എനിക്ക് ആരോടും ഒരു കടപ്പാടും ഇല്ലാന്ന്. ഐ ഡോണ്ട് ഓവ് എനിത്തിങ് ടു എനിവൺ എന്ന് പറയുന്നുണ്ട്. ആരെയും കൊണ്ടുപോകാൻ എനിക്കും ബാധ്യതയില്ല എന്ന് അതിൻ്റെ അർത്ഥം. എനിക്ക് ആരോടും ഒരു കടപ്പാടില്ല, എന്തിനെങ്കിലും കടപ്പാടിൻ്റെ പേരിൽ ആരെയും കൊണ്ടുപോകാനില്ല. ഫിസിക്കലി ഫിറ്റാണോ കൊണ്ടുപോകുന്നുള്ള നിലപാട് ആഞ്ചലോട്ടി തൊട്ട് പിന്നാലെ തുറന്നു പറയുന്നത് കേട്ടല്ലോ നമ്മൾ. അതാണ് അതിൻ്റെ കാര്യം. ഇപ്പോൾ സമീർ സൗദ് പറഞ്ഞത് കൂടി ചേർത്ത് വായിക്കണം. അതായത് ഓരോ താരവും, അത് ഏത് താരമാണെങ്കിലും വേൾഡ് കപ്പ് സ്ക്വാഡിലേക്കുള്ള സ്പോട്ടൊക്കെ ഏൺ ചെയ്യണം, പൊരുതി നേടണം, ഫൈറ്റ് ചെയ്തെടുക്കണം. അല്ലാതെ വെറുതെ അങ്ങ് പഴയകാല മുൻകാല പ്രകടനങ്ങളുടെ പേരിൽ അതിലങ്ങ് അഭിരമിച്ച് കൊടുക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് സമീർ സൗദിൻ്റെ വാക്കിലുമുള്ളത്. ഇപ്പോൾ നെയ്മർ ജൂനിയറുടെ സ്ഥിതി എന്താണ്? ഈ സ്ക്വാഡിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തായിരുന്നു. തുടർച്ചയായി 3 മത്സരങ്ങൾ കളിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് നെയ്മർ ഉള്ളത്. അത് നെയ്മർക്ക് അറിയാം. ഇത് പറയുമ്പോൾ ആ റൊട്ടേഷനല്ലേ
എല്ലാ ക്ലബ്ബിലും ഇപ്പോൾ ആഴ്സണലിലൊക്കെ അങ്ങനെയല്ല, കമൻറ്റ് കണ്ടതാണ്. ആഴ്സണൽ എന്ന് പറഞ്ഞാൽ ഒരു സീസണിൻ്റെ അവസാന ഭാഗത്ത് വരുന്നതാണ്. പല താരങ്ങളും അവർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും, അത്രയധികം കളികൾ അവർ കളിക്കുന്നുണ്ട്. അതുപോലെയല്ല ബ്രസീലിയൻ ലീഗ്. ഫെബ്രുവരിയിൽ ആരംഭിച്ചിട്ടേ ഉള്ളൂ ബ്രസീലിയൻ സീരിയ. ജനുവരിയിൽ അവിടെ മത്സരങ്ങൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ, 3-ാമത്തെ മാസമേ ആയിട്ടുള്ളൂ. നെയ്മറാണെങ്കിൽ പല കളികളും മിസ് ചെയ്തിട്ട് നിൽക്കുവാണ്. അപ്പോൾ അതും ഇതും കൂടി ആഴ്സണലിൻ്റെ താരങ്ങളുടെ റൊട്ടേഷൻ ഇതും കൂടിയൊക്കെ ഏതർത്ഥത്തിൽ താരതമ്യം ചെയ്യണം? ആഴ്സണലിൻ്റെ വേണ്ട, ആഴ്സണൽ വിടാം. നെയ്മറുടെ കാര്യത്തിലേക്ക് എന്താ വരാം. ഇവിടെ നെയ്മറുടെ കാര്യത്തിൽ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് അദ്ദേഹം ജിമ്മിലാണ് വർക്ക് ചെയ്യുന്നത്. ടീമിനോടൊപ്പമുള്ള ബോളും കൊണ്ടുള്ള പ്രാക്ടീസിൽ പങ്കെടുത്തിട്ടില്ല. പക്ഷേ ഇന്ന് പങ്കെടുക്കും എന്നാണ് സാൻഡോസ് റിപ്പോർട്ട് ചെയ്യുന്നത്, സാൻഡോസ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ തുടർച്ചയായി 3-4 ദിവസങ്ങൾ പോലും ട്രെയിനിങ് പോലും ടീമിനോടൊപ്പം അദ്ദേഹം നടത്തുന്നില്ല. ഒരാഴ്ചയിൽ 3 കളികളുണ്ടെങ്കിൽ 2 കളിക്കുന്നുള്ളൂ. ഇതൊക്കെ മസിൽ ഓവർലോഡും പരിക്കൊക്കെ പറ്റുമെന്ന് ഭയന്ന് കോഷ്യസ് ആയിട്ട് പോവുകയാണ്. ഇനി വേൾഡ് കപ്പിന് മുമ്പ് വീണ്ടും ഒരു പരിക്ക് പറ്റിയാൽ വേൾഡ് കപ്പിലുള്ള സാധ്യതയെ ഇല്ലാതാവുന്ന അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അതുകൊണ്ട് തുടർച്ചയായി കളിക്കാൻ പോലും നെയ്മർ തയ്യാറാണ്. എന്ന് മാത്രമല്ല, നെയ്മർ ഇപ്പോൾ വിലാ ബെൽമിറോയിലെ മത്സരങ്ങൾ അധികം കളിക്കുക, സാൻഡോസിൻ്റെ ഹോം മത്സരങ്ങൾ അധികം കളിക്കുക, ഇവ മത്സരങ്ങൾ കഴിയുമ്പോൾ ഡ്രോപ്പ് ചെയ്യുക എന്നുള്ള നിലപാടിലാണെന്ന് കൂടി ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ട്രാവൽ ഒഴിവാക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു താരത്തെ എങ്ങനെ വേൾഡ് കപ്പിന് കൊണ്ടുപോകുന്ന ആഞ്ചലോട്ടി ചോദിച്ചാൽ അതിലെന്താ തെറ്റ്? അപ്പോൾ നെയ്മർ തീർച്ചയായിട്ടും, പിന്നെ വൈകാരികമായിട്ട് പറയാം, ഒറ്റക്കാലുള്ള നെയ്മർ മുഴുവൻ ഫിറ്റായ ബ്രസീലിയൻ താരങ്ങളെക്കാൾ മികച്ചവനാണെന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഫിലിപ്പെ മെലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒറ്റക്കാല് മതി നെയ്മർക്ക് 10ാം നമ്പർ അണിഞ്ഞ് കളിക്കാൻ എന്നൊക്കെ വേൾഡ് കപ്പിലേ. വൈകാരികമായിട്ട് അങ്ങനെയൊക്കെ പറയാം, പക്ഷെ അതല്ലല്ലോ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ റിയാലിറ്റി അതല്ലല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ 10 മിനിറ്റും 15 മിനിറ്റൊക്കെ കളിപ്പിക്കാം. അപ്പോഴും നെയ്മർ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് എതിരാളികൾ ഫൗൾ ചെയ്യും, കുറച്ച് കൂടുതൽ ഫൗൾ ചെയ്യും. ഇപ്പോഴത്തെ ഫിസിക്കൽ കണ്ടീഷനിൽ നെയ്മർ അതൊക്കെ എങ്ങനെ തരണം ചെയ്യുമെന്നുള്ള ചോദ്യം കൂടി അവിടെയുണ്ട്. നെയ്മർ കളിച്ച 3 വേൾഡ് കപ്പിലും അദ്ദേഹത്തെ പരിക്ക് വല്ലാതെ വലച്ചിട്ടുണ്ടായിരുന്നു. അത് ബ്രസീൽ ടീമിൻ്റെ പ്രോഗ്രസ്സിനെ വല്ലാതെ തിരിച്ചടിയാവുകയും ചെയ്തിരുന്നു. സോ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുമോ ആഞ്ചലോട്ടി എന്നുള്ളതാണ് ചോദ്യം. നെയ്മർക്ക് മുന്നിൽ ഇനിയും ദിവസങ്ങളുണ്ട്, കളികളുണ്ട്. മെയ് 18 കൂടിയൊക്കെയാണ് ബ്രസീൽ ടീമിൻ്റെ വേൾഡ് കപ്പ് സ്ക്വാഡ് ആഞ്ചലോട്ടി പ്രഖ്യാപിക്കുകയുള്ളൂ എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ നിരവധി കളികൾ അതിന് മുമ്പ് കളിക്കാനുണ്ട്. പക്ഷേ അതൊക്കെ തുടർച്ചയായി നെയ്മർ കളിക്കുമോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. കാരണം പല കളികളും അദ്ദേഹം സ്കിപ്പ് ചെയ്യുകയാണ്. കാത്തിരിക്കാം. ഇനിയിപ്പോൾ നെയ്മറുടെ അടുത്ത മത്സരം അധികം വൈകാതെ തന്നെ ഉണ്ട്. സാൻഡോസിൻ്റെ അടുത്ത മത്സരം റമോ പിയക്കെതിരെയുള്ള മത്സരം ഏപ്രിൽ 2-നാണ്. അത് നെയ്മർ കളിക്കുമെന്നാണ് ഇപ്പോൾ സാൻഡോസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളുടെ റിപ്പോർട്ട്. അതിനുശേഷം ഫ്ലെമിംഗോക്കെതിരെ എവേ മത്സരമാണ്, അതൊരു പക്ഷേ മിസ് ചെയ്തേക്കാം. അങ്ങനെയാണ്, എവേ മത്സരങ്ങൾ അധികം മിസ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ വരുന്നത് ഡിപ്പോർട്ടിവോ ക്വയൻകയ്ക്കെതിരെയുള്ള കോൺമബോൾ കോപ്പ സുഡാമേരിക്കാന മാച്ചാണ്. അത് ഏപ്രിൽ 8 മത്സരം, ഇന്ത്യൻ സമയം പറയുമ്പോൾ ഏപ്രിൽ 9 പുലർച്ചെയാണ്. അപ്പോൾ അത് നെയ്മർ കളിക്കുമെന്ന് കണ്ടറിയണം. ട്രാവൽ ചെയ്യേണ്ട കളിയാണ്. അപ്പോൾ അതൊക്കെയാണ് സ്ഥിതിവിശേഷം. റിയാലിറ്റി മനസ്സിലാക്കാതെ വെറുതെ ആഞ്ചലോട്ടിയെ പോയി തെറി വിളിക്കുന്നതിലൊന്നും ഒരർത്ഥവുമില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.